സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മതത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവഭക്തിയേക്കാൾ അധികം മതഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ, ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ പണം ദൂർത്തടിച്ച് ഭക്തരെ അഭിനയിക്കുന്നവരും, ഭക്തിയെ കച്ചവട ചരക്കാക്കി മാറ്റുന്നവരും, ഭക്തരെ ചൂഷണം ചെയ്യുന്നവരും വിരളമല്ല. യഥാർത്ഥ ഭക്തി എന്നാൽ കേവലം മതപരമായ ചടങ്ങുകളോ ആചാരാനുഷ്ഠാനങ്ങളോ മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള സത്യസന്ധമായ ദൈവസ്നേഹവും സമർപ്പണവുമാണെന്നത് പലപ്പോഴും മനുഷ്യൻ മറന്നുപോകുന്നു. ലോകത്തിന്റെ കണക്കുകൂട്ടലുകളെ മറികടന്ന് സ്വന്തം ലാഭനഷ്ടങ്ങൾ പരിഗണിക്കാതെ ദൈവമഹത്വം മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന സമ്പൂർണ്ണ സമർപ്പണമാണ് അത് എന്ന് മനസ്സിലാക്കാം. അഗണ്യമായ ഭക്തിയുടെ മനോഹരമായ ഒരു അവതരണമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. സാധാരണമായ ഒരു വിരുന്നിൽ നടന്ന അസാധാരണമായ ഒരു ആരാധന. യേശു തന്റെ ക്രൂശ് മരണത്തോട് അടുക്കാറായ സമയത്താണ് ബഥാനിയയിൽ എത്തുന്നത്. വ്യക്തമായി പറഞ്ഞാൽ പെസഹായ്ക്ക് 6 ദിവസം മുൻപേ. കർത്താവ് വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു ലാസറിന്റേത്. അവിടെ അവർ അവനായി ഒരുക്കിയ അത്താഴത്തിനിരിക്കുമ്പോൾ താൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ലാസറും കർത്താവിനോടൊപ്പം പന്തിയിൽ ഇരുന്നു എന്നും മാർത്ത അവർക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്തു എന്നും ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിരുന്നിനിടയിലേക്കാണ് മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് തുവർത്തുകയും ചെയ്യുന്നത്. ഒരു വിശിഷ്ട അതിഥി അല്ലെങ്കിൽ ഒരു ഗുരു വീട്ടിൽ വരുമ്പോൾ പാദങ്ങൾ കഴുകുവാൻ വെള്ളം നൽകുന്നതും തലയിൽ എണ്ണ പൂശുന്നതുമൊക്കെ അന്നത്തെ യഹൂദ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ മറിയ ആചാരങ്ങൾക്കും അപ്പുറത്തേക്ക് ചിന്തിച്ചിരിക്കാം. തലയിലല്ല, യേശുവിന്റെ പാദങ്ങളിലാണ് അവൾ തൈലം പൂശിയത്. മാത്രമല്ല, ഒരു സ്ത്രീ പരസ്യമായി മുടി അഴിച്ചിരുന്നത് അപമാനമായി കണക്കാക്കിയിരുന്ന സാഹചര്യത്തിൽ തന്റെ തലമുടി കൊണ്ടാണ് അവൾ യേശുവിന്റെ കാലുകൾ തുടച്ചത്. ലോകത്തിന്റെ പരിഹാസങ്ങളെയോ തനിക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെയോ ഒന്നും അവൾ കണക്കാക്കിയില്ല. അതിനേക്കാളൊക്കെ മുകളിലായിരുന്നു യേശുവിനോടുള്ള അവളുടെ ഭക്തി. തന്റെ ഭവനത്തിന്റെ ദുരിതാനുഭവങ്ങളിൽ ചേർത്ത് നിർത്തിയ, സഹോദരനെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൈപിടിച്ചു കയറ്റിയ കർത്താവിനോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിൽ നിന്നും കൃതജ്ഞതയിൽ നിന്നും ഉടലെടുത്തതാണത്. അതുമാത്രമല്ല, ആ പാദപീഠത്തിൽ ഇരുന്നാണ് അവൾ വചനം ഗ്രഹിച്ചത്. വ്യക്തിപരമായും കർത്താവിനെ അവൾ മനസ്സിലാക്കിയിരുന്നു എന്ന് കരുതാം. തനിക്കുണ്ടായിരുന്ന ഏറ്റവും വിലയേറിയതാണ് അവൾ കർത്താവിന് സമർപ്പിച്ചത്. ശിഷ്യന്മാരിൽ ഒരുവനായ ഇസ്കരിയോത്ത യൂദ ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഒരാളുടെ 1 വർഷത്തെ അധ്വാനത്തിന്റെ കൂലിയാണ് 300 വെള്ളിക്കാശ് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതൊരു വലിയ തുക തന്നെയാണ്. പുരുഷാരത്തിന് ഭക്ഷണം നൽകുവാൻ 200 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ തികഞ്ഞേനെ എന്ന് ഫിലിപ്പോസ് യേശുവിനോട് പറയുന്നതായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഗുരുവിന്റെ കൂടെ നടന്ന ശിഷ്യനായ യൂദയ്ക്ക് അതൊരു വെറും ചിലവായി തോന്നി. അത് അവന്റെ കാപട്യമായിരുന്നുവെന്ന് യോഹന്നാൻ സാക്ഷിക്കുന്നുണ്ട്. ക്രിസ്തു സ്ഥാപിക്കുന്ന ഐഹിക രാജ്യത്തിലെ പദവികളും സമ്പന്നതയും ഒക്കെ സ്വപ്നം കണ്ട് നടന്നവനാകാം യൂദാസ്. എന്നെയും സ്നേഹിതനെന്ന് വിളിച്ച് നാഥൻ കൂടെ ചേർത്തല്ലോ എന്നോർത്ത് വിനയപ്പെടുന്നതിന് പകരം എല്ലാറ്റിലും ലാഭം മാത്രം ലക്ഷ്യം വെച്ചവൻ യേശുവിനെ വ്യക്തിപരമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. തൈലത്തിന്റെ മൂല്യം കണക്ക് കൂട്ടിയവന് ദൈവപുത്രന്റെ മൂല്യം കണക്കാക്കുവാൻ കഴിഞ്ഞില്ല. അതിനാലാണ് മറിയയുടെ പ്രവൃത്തിയെ വിമർശിക്കുന്നത്. എന്നാൽ അവളുടെ നന്മകളെ, സ്നേഹത്തെ മനസ്സിലാക്കിയ കർത്താവ് കൂടുതൽ ചോദ്യം ചെയ്യുവാൻ അനുവദിക്കാതെ തന്റെ ശവസംസ്കാര ദിനത്തിനായി അവൾ അത് സൂക്ഷിച്ചതാണ് എന്ന് കരുതുവാൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ പാദങ്ങളിൽ ആണിപ്പാടുകളുടെ നിഴൽ അവൾ ദർശിച്ചിരിക്കാം. മറിയയുടെ ഭക്തിപൂർവമായ പ്രവൃത്തി ആ ഭവനം മുഴുവൻ സൗരഭ്യം നിറച്ചു എന്ന് കാണുന്നു. ആഴമേറിയ സ്നേഹത്തിന്റെയും ശക്തമായ ആരാധനയുടെയും നിസ്വാർത്ഥമായ പ്രവർത്തനമായിരുന്നു അത്. തനിക്കുള്ളതിനെ ചെലവിടാനുള്ള മനസ്സ്. 2 കാശിട്ട വിധവയെക്കുറിച്ച്
അവൾ ഏറ്റവും അധികം കാണിക്ക അർപ്പിച്ചു എന്ന് കർത്താവും സാക്ഷിക്കുന്നു. തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ല, സർവസ്വത്തിൽ നിന്നാണ് ഇവർ ഇത് സമർപ്പിച്ചത്. നാം ദൈവത്തിന് നൽകുന്നതൊന്നും നമ്മുടേതല്ല, ദൈവം തന്ന ദാനങ്ങൾ മാത്രമാണെന്ന് 1 ദിനവൃത്താന്തം 29 അധ്യായം 14 വാക്യത്തിൽ ദാവീദ് രാജാവ് പറയുന്നു. ഇന്ന് നമ്മുടെ ഭക്തി എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തിക്കുക. എന്താണ് നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക? പ്രിയമുള്ളവരെ, യൂദയെ പോലെ കണക്കുകൂട്ടലുകളുടെ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവസന്നിധിയിൽ ചിലവഴിക്കാൻ നിശ്ചിത സമയം, നിശ്ചിത തുക, ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അങ്ങനെ എല്ലാറ്റിനും പരിധി നിശ്ചയിക്കുന്നവരായി മാറുന്നില്ലേ നമ്മൾ? മറിയയെ പോലെ ആ പാദപീഠത്തിങ്കിൽ ഇരുന്ന് വചനം പഠിക്കുവാൻ, കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ നാം സമയം ചിലവഴിക്കാറുണ്ടോ? നമ്മുടെ സമയം, കഴിവ്, പണം തുടങ്ങിയ ഒന്നും തന്നെ നാം കർത്താവിന് നൽകുന്ന ഔദാര്യമല്ല, അവൻ നമുക്ക് നൽകിയ ദാനമാണതെല്ലാം. നൽകുന്നതിന്റെ അളവിലല്ല, ഹൃദയത്തിന്റെ ആഴമാണ് അഗണ്യമായ ഭക്തിയുടെ അളവുകോൽ എന്നത് മറന്നു പോകരുത്. നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകിയ കർത്താവിന് എന്ത് സമർപ്പിച്ചാലാണ് മതിയാവുക? യൂദായുടെ കാപട്യമല്ല, മറിയയുടെ നിസ്വാർത്ഥമായ ഭക്തിയാണ് നാഥൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ലോകം എപ്പോഴും ഭക്തിയിലെ ലാഭനഷ്ടങ്ങളെ അളക്കുവാൻ ശ്രമിക്കുമ്പോൾ നൽകുന്നതിലെ ഹൃദയവിശാലതയും സ്നേഹവും നിസ്വാർത്ഥതയുമാണ് കർത്താവ് കണക്കിടുന്നത്. അതിരുകളില്ലാതെ നമ്മെ സ്നേഹിച്ച കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുവാൻ, കണക്ക് നോക്കാതെ അവനായി ചെലവഴിക്കുവാൻ, ലോകത്തിന്റെ അളവുകോലുകൾക്കപ്പുറമായി അവനെ സ്നേഹിക്കുവാൻ നമുക്കും പഠിക്കാം. സമസൃഷ്ടികളെ സ്നേഹിക്കുന്നതിലൂടെ, കരുതുന്നതിലൂടെ ക്രിസ്തുവിനെ സേവിക്കാം. മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ നിയന്ത്രിക്കപ്പെടേണ്ടതല്ല നമ്മുടെ ആരാധനകളൊന്നും. അഗണ്യമായ ഭക്തിയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ലോകത്തിൽ സുഗന്ധം പരത്തുന്നവരാകുവാനും ഈ നോമ്പിന്റെ ദിനങ്ങൾ നമ്മെ ഒരുക്കട്ടെ. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്കും പറയാം, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീ നൽകിയ ദാനമില്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കൂടുതൽ ആഴമായി നിന്നെ സ്നേഹിപ്പാനും ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമ്പൂർണ്ണയാഗമായി സമർപ്പിക്കുവാനുമുള്ള കൃപ പകരണമേ. ആമേൻ.